ഫ്രണ്ട്സ്, വെൽക്കം ടു തേജസ് സ്നേഹാസ് മാജിക്. തേജസ് സ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ലിവർ കൊണ്ടൊരു കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. മട്ടൻ ലിവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 1/2 കിലോ. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ 1/2 കിലോ മട്ടൻ ലിവർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളും കൂടെ കാണാം. വറ്റൽമുളക് 8 എണ്ണം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 8 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലി, ഇത് മുഴുവനായിട്ടുള്ള മല്ലിയാണ്. ഇതൊരു 3 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് അതുപോലെ മുഴുവനായിട്ടുള്ള കുരുമുളക് 2 ടീസ്പൂൺ. ജീരകം 1.5 ടീസ്പൂൺ. കടുക് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇഞ്ചി ഇതുപോലെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചി 1 കഷ്ണം. ഉപ്പ് ആവശ്യത്തിന്. ചുമന്നുള്ളി ആവശ്യത്തിന്. കരിവേപ്പില ആവശ്യത്തിന്. പച്ചമുളക് 3 എണ്ണം. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ. ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അപ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നമുക്കിനി ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മല്ലി മാത്രം നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. കരിയാതെ വറുക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. പെട്ടെന്നൊന്ന് നിറം മാറിക്കോളും. നോക്കൂ, ഈ ഒരു സമയത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള ചുമന്നുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഞാനിവിടെ ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഗ്രേവിക്ക് അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളകും ചേർക്കാം. നമ്മൾ എണ്ണയിൽ ആദ്യം വറ്റൽമുളക് ഇടുന്ന സമയത്ത് മുളക് ഒന്ന് കറുക്കും. അതുകൊണ്ട് നമ്മുടെ കറിയുടെ കളറും ഒക്കെ മാറും. ഇതിപ്പോൾ ലിവർ ആയതുകൊണ്ട് പ്രശ്നമില്ല, കളറൊക്കെ ഒന്ന് ഡാർക്കായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സാധാരണ സമയത്ത് ഇതുപോലെ മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ഇതുപോലെ ഉള്ളി വറുക്കുന്ന കറിയാണെങ്കിൽ ആദ്യം ഉള്ളി ഇട്ടതിന് ശേഷം നിങ്ങൾ മുളകിടുക. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒന്ന് നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജീരകം, ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. തനി നാടൻ കറിയാണ്. നമ്മളിതിൽ തക്കാളിയോ വെളുത്തുള്ളി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇതെൻ്റെ മുത്തശ്ശി അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. ഇതിനകത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഇട്ട് കൊടുക്കാം. നോക്കൂ, മല്ലി ഇതുപോലെ തനിയെ വേണം നിങ്ങൾ വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ കെയർഫുള്ളായിട്ട് വറുക്കുകയാണെങ്കിൽ ഇതിനെ കൂടെ തന്നെ ഇട്ട് വറുത്തോളൂ. നമുക്കിതൊന്ന് ഇനി അരച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു ജാർ എടുത്തതിന് ശേഷം നമ്മൾ ഈ വറുത്തതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ നൈസായിട്ട് തന്നെ അരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇനി ആദ്യം ഒന്ന് പൊടിക്കുക, അതിനുശേഷം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മളൊരു കുക്കർ എടുക്കാം. നമ്മൾ ഇതിനകത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ഒന്ന് ഇട്ട് കൊടുക്കാം. മലയാളത്തിലാണെങ്കിൽ ഈരൽ എന്നൊക്കെ പറയും. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒന്ന് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ജാറൊന്ന് കഴുകി കൊടുക്കാം. അതുപോലെ കഷ്ണങ്ങൾ ചെറുതാക്കി തന്നെ മുറിക്കുക, ലിവറിൻ്റെ കഷ്ണങ്ങൾ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ കുക്കറിലായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കാം. നിങ്ങൾ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ ഉപ്പ് കുറച്ച് പകുതി വേവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിടുക. നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്.
നല്ല 2 സ്പൂൺ നിറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണമാണ് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നോക്കൂ, ഇതുപോലെ മുങ്ങുന്ന പോലെ വെള്ളം വേണം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് അടച്ചിട്ട് കൊടുക്കാം. ഈ ഹോളൊക്കെ ഒന്ന് നിങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കുക. ഒന്നും അടഞ്ഞിരിക്കരുത് ഇതിനകത്ത്. ഇത് ക്ലീൻ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ അടച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതൊന്ന് ഇനി അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇതിൽ സ്റ്റീം ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് എപ്പോഴും പറയുന്നതാണ്, ഇതുപോലൊരു തുണി കഷ്ണം നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് വെട്ടിയിട്ട് ഇടുക. അതിന് ശേഷം നമ്മൾ ഈ വെയിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെറിയ ബർണറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വിസിലൊക്കെ വന്നോട്ടെ, നമുക്ക് അതുവരെ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ തുറക്കാൻ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കൂ, എവിടെയും ചീറ്റിയിട്ട് ഒന്നുമില്ല. അഥവാ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം അധികമാണെങ്കിൽ ചീറ്റിയ പുറത്തൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലൊരു തുണി കഷ്ണം വെക്കുന്നത്. നമുക്ക് ഇതൊന്നും ഇനി ഇളക്കി കൊടുക്കാം. വെന്തോന്നും കൂടെ നോക്കാം. നോക്കൂ, നല്ല മണമാണ് വന്നിരിക്കുന്നത്. നോക്കിയപ്പോൾ വെന്തിട്ടില്ല. നമുക്ക് അല്പം കൂടെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. നമുക്ക് വീണ്ടും ഒന്ന് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഒരു 4-5 വിസിലും കൂടെ വന്നോട്ടെ. നമ്മൾ അടുപ്പ് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 10 വിസിലൊക്കെ ഒന്ന് മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. 10-12 വിസിലായിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇതൊന്ന് സ്റ്റീമൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റീമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് വെന്തോന്നും കൂടെ നോക്കാം. നല്ല ചൂടുണ്ട്. നമുക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇനി താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ താളിക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു എരിവുള്ള ഒരു കറി ആയതുകൊണ്ട് നമുക്ക് അല്പം എണ്ണ അധികം തന്നെ ഒഴിക്കാം. ഒരു 2-3 സ്പൂണോളം ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കടുകാണ് ഇടുന്നത്. ഇതിൽ വേറെ ഒരു ഗരം മസാലകൾ അങ്ങനെ ഒന്നും ചേർക്കില്ല. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി ഒരു 4-5 ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചിരിക്കണം. അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കീറിയൊന്നും എടുക്കണ്ട. നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഓട്ട കുത്തി കൊടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇതിനകത്ത് ചാറൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നോക്കൂ, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. പറയാൻ വിട്ടുപോയതാണ്, ഈ സമയത്ത് നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഒന്ന് ഇതിലൊഴിച്ചു കൊടുക്കാം. നോക്കൂ, കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചൊന്ന് നല്ലപോലെ ഒലമ്പി തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് കൂടെ നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. നിങ്ങൾക്ക് ചാറ് ആവശ്യമാണെങ്കിൽ ഒഴിച്ചുണ്ണേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലൊരു സ്റ്റേജിൽ നിങ്ങൾ ഇറക്കുക. അല്ലെങ്കിൽ കുറച്ച് വറ്റിച്ച് നിങ്ങൾ വരട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചതിന് ശേഷം നിങ്ങൾ അടുപ്പ് ഓഫ് ചെയ്യാം. നോക്കൂ, നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനോ അതുപോലെ നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു സ്റ്റേജ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ അല്പം കൂടെ വറ്റിക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. കുറച്ച് വറ്റട്ടെ.
അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായി വന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്ക് അല്പം കൂടെ കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണത്തിനാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ലിവർ ഗ്രേവിയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞു. നോക്കൂ, നല്ലൊരു ടേസ്റ്റും മണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ ലിവർ ഗ്രേവിയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞ് നോക്കൂ. ഇതാണ് നമ്മുടെ ലിവർ ഗ്രേവി എന്ന് പറയുന്നത്. തനി നാടൻ സ്റ്റൈലാണ്. നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ നാൻ, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. കൂടാതെ നെയ്ച്ചോറ്, പുല്ലാവ്, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. ഞങ്ങൾ ഇന്നിവിടെ പ്ലെയിൻ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതിന് വേറെ ഒന്നും വേണ്ട. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഒരു പപ്പടം മാത്രം ഉണ്ടെങ്കിൽ മതി. നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ്. ഗരം മസാലകളൊക്കെ ഇഷ്ടപ്പെടാത്ത ആർക്ക് വേണമെങ്കിലും ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വിഭവമായി വരുന്നതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. താങ്ക് യു.